അവിടെ നിന്ന് മുങ്ങിയത് ഇവിടെ ഒന്ന് നേരത്തെ സീറ്റ് പിടിക്കാനാണോ? പിന്നെ നമ്മളാണല്ലോ ഇതിന്റെയൊക്കെ ഒരു നടത്തിപ്പ് ഡിപ്പാർട്ട്മെന്റ്. എന്നാ പിന്നെ നിനക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടായിരുന്നു അപ്പോ? അതിനൊരു ത്രില്ലില്ല ആന്റി. ഇവിടെ വന്ന എല്ലാം ഓക്കെ ആണോന്നൊക്കെ അറിയണ്ടേ? എല്ലാം സെറ്റാ. രജിസ്ട്രാറൊക്കെ എത്തിയിട്ടുണ്ട്. ഇവളാരാ എല്ലാം ഓക്കെ ആക്കാൻ? മുത്തശ്ശി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനി ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാകാതിരുന്നാ മതി. ഇവിടെ ഇപ്പൊ എന്ത് കുഴപ്പം? മണവാളിന് മണവാട്ടി അകത്തേക്ക് ചെല്ലുക, രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുക, പോരുക. അത് കഴിഞ്ഞ് വേണമെങ്കിൽ മുത്തശ്ശിയുടെ ബോധം കെടൽ പരിപാടി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ആവാം. നാക്കെടുത്ത് വളയ്ക്കാതെ വെച്ച ഒന്നാമതേ എരണക്കേട്. അതിന്റെ കൂടെ ഗുളികൻ നാക്കേൽ ഉദിക്കുന്ന നേരത്തെ പറയത്തുള്ളൂ. എന്തൊരു ഗതികേടാണോ എന്തോ. എന്നാ പിന്നെ നമുക്ക് അകത്തോട്ട് കയറാം. വരൂ. ആ അപ്പു, ഗീത വിളിച്ചിരുന്നു. നീ പറയാതെയാണ് പോന്നത്. നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ എടുക്കാൻ മറന്നു ആന്റി. ദാ ഗീതയെ വിളിക്കണോ? വേണ്ട ആന്റി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് അമ്മ അറിഞ്ഞല്ലോ. പിന്നെ വിളിച്ചോളാം. വരൂ, നേരം കളയണ്ട. വാ. അപ്പോ വാടോ. ഇനി മാളവിക മുരളീധരൻ സൈൻ ചെയ്തോളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ സ്വാമി. ഇനി സാക്ഷികൾ വരൂ. ഇനി വരന്റെ ഭാഗത്ത് നിന്ന് വിറ്റ്നസ് വരൂ. അപ്പോ വാടോ. അത് വേണോ ജോബിൻ? ടീച്ചറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചാ പോരെ? അത് സാരമില്ല അങ്കിൾ. ഞങ്ങളുടെ വിവാഹത്തിന് അപ്പൂവിനൊരു റോളില്ലാതെ ആവരുതല്ലോ. വാ അപ്പൂ. Congratulations, Dr. Jobin Alex and Malavika Murali. Wish you a happy married life. താങ്ക് യു സർ. ലക്ഷങ്ങളും കോടികളും മുടക്കി വിവാഹ മാമാങ്കം നടത്തുന്നവർക്ക് നിങ്ങളെയും നിങ്ങളെ വീട്ടുകാരെയും പോലെ ചിന്തിക്കുന്നവർ ഒരു മാതൃകയാവട്ടെ. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സർ, ഇതിന്റെ ഫോർമാലിറ്റീസ് എന്തെങ്കിലും? നോ, ഇനി ഒന്നുമില്ല. നെക്സ്റ്റ് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ഇടയ്ക്ക് ഒന്ന് വിളിച്ചന്വേഷിച്ചോളൂ. ശരി സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇറങ്ങാം. ഡോക്ടർ ബ്രോ, ആ ഫോണും തന്നെ. എന്തിനാ അപ്പോ? തന്നേ പറയാം. രണ്ടുപേരും ഒന്ന് അടുത്ത് നിന്നേ. മണവാളിനെ മണവാട്ടിയെ ഞാനൊന്ന് ഫ്രെയിമിലാക്കിക്കോട്ടെ. ഡോക്ടറെ, ഇതെന്റെ മൊബൈലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തേക്കണേ. ഓ ഷുവർ. അപ്പോ എന്റെ വക മണവാളിനും മണവാട്ടിക്കും ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ആശംസ. ഓ, വരവ് വെച്ചിരിക്കുന്നു. അതെ ഡോക്ടറെ, ഒരു മിനിറ്റ്. ഞാൻ മണവാട്ടിയോട്ട് ഒരു സ്വകാര്യം പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. മാളുവാ. അപ്പോഴേ മുരളി, ഇനി എങ്ങനെ അടുത്ത പരിപാടി? എങ്ങനെയുണ്ട് മോളെ? നീ ഇപ്പൊ ഹാപ്പിയല്ലേ? ഞാനും ഹാപ്പിയാ. സത്യത്തിൽ ഞാനിന്ന് വരണ്ടാന്ന് കരുതിയതാ. ഡോക്ടർ നമ്മുടെ സ്വന്തം കക്ഷിയാണെങ്കിലും നിന്റെ കാര്യത്തിൽ എനിക്ക് പുള്ളിക്കാരനോട് ലേശം കുശുമ്പും അസൂയൊക്കെ ഉണ്ട്. സാരമില്ല. എന്നാലും പ്രതീക്ഷിച്ചിരിക്കാതെ നിന്റെ കഴുത്തിൽ താലി കിട്ടാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ എനിക്ക്. അക്കാര്യത്തിൽ എനിക്ക് നിന്റെ മുത്തശ്ശിയോട് നന്ദിയുണ്ട്. തള്ളിക്ക് കൃത്യസമയത്ത് തന്നെ ബോധം കിട്ടി വീഴാൻ തോന്നിയല്ലോ. പിന്നെ വിവാഹ രജിസ്റ്ററിലും സാക്ഷിയായിട്ടാണെങ്കിലും കയറിക്കൂടാൻ പറ്റിയല്ലോ. അതും എന്റെ ഭാഗ്യം. സത്യമാളു, ഞാൻ ഹാപ്പിയാ. നീ ഡോക്ടറിന്റെ സ്വന്തം ആയാലും നിന്റെ ജീവിതത്തോട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കാൻ അവസരം കിട്ടുന്നുണ്ടല്ലോ, മതി. തൽക്കാലം ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം.
അപ്പോ എന്റെ കൊച്ചിന് എല്ലാവിധ വിവാഹ മംഗളാശംസകളും. വിൽ മിസ് യു ബാഡ്ലി മാളു. റിയലി വിൽ മിസ് യു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മുരളി? പെണ്ണും ചെറുക്കനും വീട്ടിൽ വന്ന് കയറുമ്പോ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ ആള് വേണ്ടേ അവിടെ? അല്ല, ടീച്ചർക്ക് അതിനെക്കുറിച്ച് വല്ല പിടിയുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യ, ഇന്ദിരാമ്മ കൂടി ഞങ്ങളുടെ ഒപ്പം വരൂ. ചടങ്ങ് കഴിഞ്ഞ് ഇന്ദിരാമ്മയ്ക്ക് അവിടെ റെസ്റ്റ് എടുക്കാമല്ലോ. വൈകിട്ട് റിസപ്ഷൻ സ്ഥലത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? അത് ശരിയാമേ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. ജോബിൻ കൂടെയുള്ളത് കൊണ്ട് അമ്മയുടെ കാര്യത്തിൽ ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. തന്നെയുമല്ല, റിസപ്ഷന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഒരു നേരമാവും. അത്രയും നേരം അമ്മ വണ്ടിയിലിരുന്ന് മുഷിയണ്ടല്ലോ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. നമുക്ക് നേരത്തെ പോവാം. രാഹുകാലം ഉച്ചയ്ക്കാ. അതിനു മുമ്പ് വീട്ടിലെത്തണം. സീനിയേഴ്സിന്റെ പ്ലാനിംഗ് ഒന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? ഞങ്ങള് വീട്ടിലേക്ക് പോവാ. അപ്പോ നീ കൂടി വരുന്നോ? ഇല്ല ആന്റി, എനിക്ക് 1-2 തിരക്കുകളുണ്ട്. നിങ്ങൾ പോയിക്കോ. ഓ, അത്രേ ആശ്വാസം. അപ്പു വൈകിട്ട് വരില്ലേ? ഗീതേച്ചിയും കൂടെ കൊണ്ടുവരണം കേട്ടോ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. നിങ്ങൾ കയറ്. ശരി അപ്പു. ശരി. എനിക്കറിയേണ്ടത് നിന്റെ സ്റ്റാൻഡാ. ആരൊക്കെ എതിർത്താലും പിണങ്ങി പിരിഞ്ഞാലും നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ഒരു മോറൽ സപ്പോർട്ട് മാത്രമല്ല നിന്നിൽ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്, ഒപ്പം നിന്നുകൊണ്ടുള്ള ഒരു ലൈഫ് ലോങ് സപ്പോർട്ട്. മിസ്റ്റർ അപ്പുകുട്ടൻ. ആ സൂരജേട്ടാ. എന്താടോ തനിച്ചിരുന്ന കരയുവാണോ? ഏയ്, ഞാൻ കരഞ്ഞൊന്നുമല്ല. കണ്ണിലെന്തോ പൊടി പാറി വീണതാ. അത് വിട്. ഇതുപോലെ ഒരുപാട് പൊടി മുമ്പ് എന്റെ കണ്ണിലും പാറി വീണിട്ടുണ്ട്. അന്നൊക്കെ ഞാനും ഇവിടെ വന്ന് തനിച്ചിരുന്ന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എന്താടോ പ്രശ്നം? ഏയ് ഒന്നുമില്ല സൂരജേട്ടാ, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നു പോയെന്നേ ഉള്ളൂ. അല്ല, സൂരജേട്ടൻ എന്താ ഇവിടെ? ഇത് നമ്മുടെ ഒരു ഫേവറേറ്റ് സ്ഥലമല്ലേ, അതുകൊണ്ട് എപ്പോൾ ഇതുവഴി പോയാലും ഇങ്ങോട്ടൊന്ന് പാളി നോക്കിപ്പോവും. അങ്ങനെ നോക്കിയപ്പോഴാ തന്നെ കണ്ടത്. നമ്മൾ കൂടുതൽ കണ്ടിട്ടുള്ളതും ഇവിടെ വെച്ചല്ലേ? ശരിയാ. എടോ, തന്റെ സങ്കടം മാറ്റാൻ എൻ്റെ കയ്യിലൊരു മരുന്നുണ്ട്. മരുന്നോ? എന്ത് മരുന്നു? ദേ, ഇത് ഇന്ന് ആവശ്യത്തിനെടുത്തോ. ഇതെന്താ സംഭവം? ഒന്നുകൂടെ എടുക്കടോ. വഴിയിൽ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് സ്വീറ്റ്സ് വാങ്ങിക്കൊടുക്കാന്ന് വല്ല നേർച്ചയുണ്ടോ? ഇല്ലടോ, ഒരുപാട് സങ്കടപ്പെട്ടതിനൊടുവില് ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞു സന്തോഷം തന്നു. അതിന്റെ വകയായത്. എന്റെ ശ്രീമതി പ്രസവിച്ചു. മോളാ.
അങ്ങനെ ഈ CV സൂരജിന് ഒരു അച്ഛനായി പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് സൂരജേട്ടാ. ഒരുപാട് സന്തോഷായി. ചേച്ചിയോട് എന്റെ അന്വേഷണം പറയണം. ആശംസകളും. തീർച്ചയായും അപ്പു. ഇന്ന് നമ്മൾ കണ്ടില്ലായിരുന്നെങ്കിലും ഞാൻ തന്നെ വിളിച്ച് ഈ വിവരം പറഞ്ഞേനെ. നമുക്ക് വേണ്ടപ്പെട്ട ലിസ്റ്റിലുള്ള ആളല്ലേ താൻ. മോളെ അമ്മയും കാണാൻ ഒരു ദിവസം ഞാൻ ഉറപ്പായിട്ടും വരും. വരണം, വന്നേ പറ്റൂ. അപ്പൊ തന്റെ സങ്കടമൊക്കെ മാറാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പോട്ടേടോ, അല്പ തിരക്കില്ല. ഇന്ന് അവളെയും മോളെയും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അതിന്റെ ഓട്ടത്തിലാ. ഞാൻ വിളിക്കാം. ശരി. ശരി. നീ ഇതുവരെ എവിടെയായിരുന്നു അപ്പൂ? രാവിലെ മാളൂന്റെയും ഡോക്ടറുടെയും കല്യാണം കൂടാൻ പോയ കാര്യം അമ്മ അറിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് നമ്മുടെ വക്കീലിനെ ഒന്ന് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. നീ കല്യാണത്തിന് പോകുന്നില്ലെന്നാണല്ലോ ഇന്നലെ പറഞ്ഞത്. പിന്നെന്താ ഒരു മനമാറ്റം ഉണ്ടായേ? പോകണ്ടെന്ന് തന്നെയായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പം മുതല് ആ ചടങ്ങ് മിസ് ചെയ്യരുതെന്നൊരു തോന്നല്. അതൊരു വെറും തോന്നലാണെന്ന് കരുതി അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചതാ. പക്ഷെ പോയേ പറ്റൂന്ന് മനസ്സ് വല്ലാതെ വാശി പിടിച്ചപ്പോ എന്നാ പിന്നെ അതങ്ങ് അറ്റൻഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. പക്ഷെ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി. പ്രയോജനോ? എന്ത് പ്രയോജനം? അല്ല, കുഞ്ഞുനാള് മുതല് നിഴല് പോലെ ഒപ്പം ഉണ്ടായിരുന്ന ഒരുത്തി വേറൊരാളുടേതാവുന്ന നിമിഷം ലൈവായിട്ട് തന്നെ കാണാൻ പറ്റിയല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൂ, അതിലും രസകരമായ ഒരു കാഴ്ച പിന്നെ ഉണ്ടായിരുന്നു. അത് സ്പോൺസർ ചെയ്തതേ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഇന്ദിരാമയായിരുന്നു. മുഹൂർത്ത സമയത്ത് ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടാൻ തുടങ്ങുമ്പോ പ്രഷർ ഷൂട്ടായി അവര് തല ഇറങ്ങി താഴെ വീണു. അയ്യോ, എന്നിട്ട് എന്തായി? ഇന്ദിരാമയ്ക്ക് വല്ലതും പറ്റിയോ? ഏയ്, എല്ലാരും കൂടി അവരെ പിടിച്ച് ഒരു സൈഡിലാക്കി ഇരുത്തി ഒരുവിധം ചടങ്ങ് കഴിഞ്ഞു കിട്ടി. പാവം, അത് വലിയ കഷ്ടമായല്ലോ. എന്തു കഷ്ടം? അവർക്ക് അത് തന്നെ കിട്ടണമെന്നേ ഞാൻ പറയും. ഞാൻ ചെന്നപ്പോ എന്നോട് പുറത്തു പോയി നിൽക്കാൻ പറഞ്ഞതാ അവര്. താലികെട്ടിന് കുടുംബത്തുള്ളവർ മാത്രം നിന്നാ മതി അത്ര. എന്നിട്ട് എന്തായി? തള്ളയ്ക്ക് ആ ചടങ്ങൊന്നും മനസമാധാനത്തോടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എനിക്ക് വിചാരിച്ചതിലും കൂടുതൽ അതിൽ ഇൻവോൾവ് ചെയ്യാനും പറ്റി. ഓ, അപ്പൊ അതാണല്ലേ നീ പറഞ്ഞത് പ്രയോജനം ഉണ്ടായിന്ന്. കഷ്ടാണപ്പോ. പ്രായം ചെന്നവരെ കുറിച്ച് അങ്ങനെയൊന്നും മനസ്സ് വിചാരിക്കരുത്. നമ്മൾ അങ്ങനെ വിചാരിച്ചില്ലെങ്കിലും അവരുടെ നെകളിപ്പിന് ദൈവമായിട്ട് അറിഞ്ഞുകൊടുത്ത ശിക്ഷയാ അത്. എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ചടങ്ങ് ഭംഗിയായി നടന്നു കിട്ടിയല്ലോ. മുരളിക്കും അശ്വതിക്കൊക്കെ ആശ്വാസമായിട്ടുണ്ടാവും. അവരൊക്കെ എന്തു പറഞ്ഞു? ബഹളത്തിനിടയില് അങ്കിളിനും ആന്റിക്കും ഒന്നും കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. എങ്കിലും വൈകിട്ട് അമ്മയും കൂട്ടി റിസപ്ഷന് ചെല്ലണമെന്ന് ആന്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ പോകുന്നുണ്ടോ റിസപ്ഷന്? ഏയ്, ഞാനില്ല. എന്താ, അമ്മയ്ക്ക് പോണമെന്നുണ്ടോ? ഇല്ല, ഞാനും ഇല്ല. ഞാൻ പിന്നെങ്ങാനും പോയി ജോബിനെയും മാളൂനെയും കണ്ടോളാം. നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണത്തെക്കുറിച്ച് എന്തൊക്കെ പ്ലാനും പദ്ധതിയായിരുന്നു ഞങ്ങൾക്ക്. രണ്ടുപേരുടെയും കല്യാണം ഒരുമിച്ച് ഒരേ ദിവസം ഒരേ പന്തലിൽ വെച്ച് നടത്തണമെന്നും കഴിയുമെങ്കിൽ ഏതെങ്കിലും ട്വിൻസിനെ കണ്ടെത്തി ഒരു വീട്ടിൽ തന്നെ അല്ലെങ്കിൽ അടുത്തടുത്ത വീടുകളിൽ നിന്ന് വേണം കല്യാണാലോചന നടത്താൻ. അങ്ങനെ എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു എല്ലാവർക്കും. അതാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കലാശിച്ചത്. മാളൂന്റെ കല്യാണത്തെക്കുറിച്ച് VP അമ്മയോട് എന്തെങ്കിലും ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ലേ? ഇങ്ങനൊരു കാര്യം നടന്നതായി പോലും ഭാവിച്ചില്ലേ? VP ഇവിടെ ഇല്ലപ്പോ. ഇല്ലെന്നോ? VP പിന്നെ എവിടെ പോയി? അമ്മയോട് ചോദിച്ചത് VP എവിടെ പോയിന്നാ? എനിക്കറിയില്ല അപ്പൂ. VP എങ്ങോട്ടാ പോയെന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. നീ ഇവിടുന്ന് പോയി കുറച്ചു കഴിഞ്ഞ് പെട്ടിയും മറ്റു ലഗേജുകളുമായി VP ഇവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് അമ്മ എന്തുകൊണ്ടാ VPയെ തടയാത്തെ? ഞാൻ തടഞ്ഞാൽ അച്ഛൻ വഴങ്ങുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള ധൃതിയായിരുന്നു ആൾക്ക്. എങ്ങോട്ടാ പോകുന്നതെന്ന് വല്ലതും പറഞ്ഞോ? ഞാൻ ചോദിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഇറങ്ങാൻ നേരം പരിഹാസ ചുവയുള്ള ഒരു ഗുഡ് ബൈ മാത്രം കിട്ടി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിന്റെ ബുള്ളറ്റ് ഇവിടെ ഒരാൾ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമെന്ന്. VP പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ ഒരാൾ വണ്ടി കൊണ്ടുവന്ന് വെച്ച് കീ എന്നെ ഏൽപ്പിച്ചു. വിറ്റതിലും കൂടുതൽ കാശ് കൊടുത്ത് VP അത് തിരിച്ചു വാങ്ങിച്ചു എന്ന് അയാൾ പറഞ്ഞത്. ഛേ, ഇത് വല്ലാത്ത ചതിയായി പോയല്ലോ. അമ്മയ്ക്ക് ഇക്കാര്യം എന്നോട് വിളിച്ചു പറയായിരുന്നില്ലേ? അത് പോട്ടെ, ഞാൻ വന്നിട്ട് ഇത്രയും നേരമായി. എന്നിട്ട് അമ്മ ഇക്കാര്യം ഇപ്പോഴാണ് എന്നോട് പറയുന്നത്? നേരത്തെ പറഞ്ഞിട്ടും അതുകൊണ്ട് എന്ത് പ്രയോജനം അപ്പോൾ ഉള്ളത്? VP എപ്പോഴേ എത്തേണ്ടടുത്ത് എത്തിക്കാണും. പോട്ടാ പോ, നീ അത് മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നമ്മളെ വേണ്ടാഞ്ഞിട്ടല്ലേ? പൊയ്ക്കോട്ടെ, എവിടെയെങ്കിലും പോയി മനസ്സമാനത്തോട് ജീവിച്ചോട്ടെ പാവം. നോ, അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല VP. അങ്ങനെ ഒരാൾ മാത്രം സമാധാനത്തോടെ സുഖമായിട്ട് ജീവിക്കണ്ട. അതിനെ ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. അമ്മ നോക്കിക്കോ, നമ്മൾ രണ്ടുപേരും മണ്ടരാക്കിയിട്ട് ഇനിയുള്ള കാലം എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാന്നാണ് VP സ്വപ്നം കാണുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല, നടത്തില്ല ഞാൻ. അപ്പോ 24 മണിക്കൂറിനകം പോയതിനേക്കാൾ വേഗത്തിൽ VP ഈ വീട്ടിലോട്ട് തന്നെ തിരിച്ചു വരും. വരുത്തും ഞാൻ. അപ്പൊ നീ എന്തിനാ വെറുതെ? വേണ്ട, അമ്മ ഒന്നും പറയണ്ട. ആരുടെ ഭാഷ ജയിക്കാൻ പോകുന്നേന്ന് അമ്മ കണ്ടോ? ഹലോ അപ്പു. ഹലോ സർ, തിരക്കിലാണോ? അല്പം തിരക്കിലാണ്, എങ്കിലും കുഴപ്പമില്ല. താൻ പറഞ്ഞോളൂ. സർ, എനിക്ക് അത്യാവശ്യമായിട്ട് സാറിനെ ഒന്ന് കാണണമായിരുന്നു. എന്താടോ, എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ആണോ? അതെ സർ, എനിക്ക് സാറിൻ്റെ ഒരു ഹെൽപ്പ് വേണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോ അപ്പു? എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. എന്താണ് പ്രശ്നം? നേരത്തെ കണ്ടപ്പോൾ താനൊന്നും പറഞ്ഞില്ലല്ലോ. VP സാർ പിന്നെ എന്തെങ്കിലും മൂവ്മെന്റ് നടത്തിയോ? ആള് ഇവിടെ ഇല്ല സർ, മിസ്സിംഗാ. മിസ്സിങ്ങോ? അതെന്താ അങ്ങനെ? അതെന്താന്നറിയില്ല. ഞാനിവിടെ ഇല്ലാത്ത സമയം നോക്കി ആള് മനഃപൂർവ്വം മുങ്ങിയതാന്ന് തോന്നുന്നു. ഓക്കെ, ഇതിലിപ്പോ ഞാൻ എങ്ങനെയാണ് അപ്പുവിനെ സഹായിക്കേണ്ടത്? അത് ഞാൻ നേരിൽ പറയാം സർ. സർ ഓഫീസിൽ കാണില്ലേ? ഞാൻ അങ്ങോട്ട് വരാം. അയ്യോ അപ്പു, ഞാനിപ്പോൾ കുറച്ച് എൻഗേജഡ് ആണല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ ഫ്രീ ആകുമ്പോൾ തന്നെ വിളിക്കാം. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാം. ഓക്കെ? ഓക്കെ സർ.